വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ രാത്രി ഏറെയായിട്ടും ബോക്സുവിനെ പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സോജിയോ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് അവൾ ക്ഷമയോടെ ഇരിക്കുകയാണ്. കുറച്ചു സമയമായപ്പോൾ അവളുടെ വയറ്റിൽ നിന്ന് വിശപ്പിന്റെ വിളി കേൾക്കാൻ തുടങ്ങുന്നതിനാൽ ബോക്സ് അവളെ വീട്ടിലെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവന്ന് നൂഡിൽസ് കൊടുക്കുന്നു. ഒരാഴ്ചയായി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന രീതിയിലാണ് അവൾ നൂഡിൽസ് കഴിക്കുന്നത്. അവളുടെ ആദ്യം കണ്ട് നിനക്കൊരു ഫ്രൈഡ് റൈസ് കൂടി എടുക്കട്ടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കിട്ടിയാൽ കൊള്ളാം എന്നവൾ പറയുന്നുണ്ട്. ബോക്സ് ജീവിതത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ട് അവരെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് മാറി നിൽക്കുകയാണ് അവന്റെ അമ്മയും ചേച്ചിയും അനന്തരവനും. പെൺപിള്ളേരെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ മാമൻ വളർന്നിരിക്കുന്നു എന്ന് അനന്തരവൻ കമലടിക്കുന്നുണ്ട്. അവരുടെ എക്സാം ദിവസമായിരിക്കുന്നു. പതിവിന് വിപരീതമായി ബോക്സ് ഉത്സാഹത്തോടെ ഉത്തരങ്ങൾ എഴുതുന്നുണ്ട്. ലീജിയൊന്നും ഇഞ്ചിയും അതുപോലെ തന്നെ പേന കുട്ടിക്കളിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ തലവെച്ച് തുടങ്ങി സമയം കളയുകയാണ്. മാർക്ക് കിട്ടിയപ്പോൾ ബോക്സ് അതുമായി സോജിയാവിനെ അന്വേഷിച്ച് തങ്ങൾ സ്ഥിരം ഇരുന്ന് പഠിക്കാറുള്ള റൂഫ് ടോപ്പിലെത്തുന്നു. അവളവിടെ മേശപ്പുറത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവളുടെ മുഖത്ത് വെയിലടിക്കുന്നത് കണ്ട് ബോക്സ് തന്റെ കൈകൾ കൊണ്ട് ആ സൂര്യനെ മറിച്ച് അവളുടെ കണ്ണുകൾക്ക് തണൽ നൽകുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ അവൾ ഉണർന്ന് എണീറ്റിരിക്കുമ്പോൾ ഒരു കാറ്റടിച്ച് പറക്കുന്ന അവളുടെ മുടിയിഴകൾ അവൻ വാത്സല്യത്തോടെ മാടി ഒതുക്കുന്നുണ്ടെങ്കിലും അവളുടെ നോട്ടം കണ്ട് പെട്ടെന്ന് കൈ പിൻവലിക്കുന്നു. അതിനുശേഷം അവർ ഒരുമിച്ച് അവന്റെ MIT ഒരു റൈഡ് പോകുന്നുണ്ട്. വണ്ടിയിലിരിക്കുമ്പോൾ അവൾ കൈകൾ ചുറ്റിപ്പിടിക്കുന്നതും തോളിലേക്ക് തലചായ്ച്ച് കിടക്കുന്നതുമെല്ലാം ബോക്സിന് വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നുണ്ട്. അവർ ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് സിറ്റിയുടെ രാത്രി ഭംഗി ആസ്വദിക്കുന്നുണ്ട്. നിനക്ക് പഠിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ ഇത്ര ബുദ്ധിമുട്ടി സ്കൂളിലേക്ക് വരുന്നത് എന്തിനാണ് എന്ന് അവൾ ചോദിച്ചപ്പോൾ, സ്കൂൾ നല്ല രസമല്ലേ, എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ കഴിക്കാൻ ഫുഡും കിട്ടും, ക്ലാസ്സിലിരുന്ന് ഉറങ്ങാം, മൊത്തത്തിൽ അതൊരു സ്വർഗമല്ലേ എന്നവൻ പറയുന്നത് കേട്ട് അവൾ അന്തം വിടുന്നുണ്ട്. നിന്റെ എക്സാം പേപ്പർ കാണട്ടെ എന്നവൾ പറഞ്ഞപ്പോൾ തോറ്റുപോയി എന്നുള്ള രീതിയിൽ അവൻ മടി കാണിക്കുന്നത് കണ്ട് അവൾ നിരാശയായപ്പോഴേക്കും അവൻ സന്തോഷത്തോടെ പേപ്പർ എടുത്ത് കാണിച്ചിട്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ 50 മാർക്ക് കൂടുതലുണ്ട് എന്ന് പറയുന്നു. ഇത്തവണ അവന് കിട്ടിയിരുന്നത് 65 മാർക്ക് ആയതിനാൽ അപ്പോൾ നിനക്ക് കഴിഞ്ഞ തവണ 15 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ അതേ എന്ന് തലയാട്ടുന്നു. അവൾക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്നറിയുന്നപ്പോൾ നിന്റെ സ്വപ്നം എന്താണ്, എന്തായി തീരാനാണ് ആഗ്രഹം, നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. എനിക്കിതുവരെ സ്വപ്നങ്ങളൊന്നുമില്ല എന്നവൾ പറഞ്ഞപ്പോൾ ഒരു ടീച്ചർ ആവുന്നതിനെ പറ്റി ചിന്തിച്ചുകൂടെ, എനിക്ക് കിട്ടിയ 65 മാർക്ക് വലിയൊരു നേട്ടമാണ്, നിന്റെ മിടുക്കൊണ്ടാണ് ഇത് കിട്ടിയത്, ടീച്ചർ സോജിയോങ് എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞവൻ അവളെ ടീച്ചർ സോജിയോങ് എന്ന് വിളിക്കുന്നു. അവൾക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. എനിക്കും ഇതുവരെ സ്വപ്നങ്ങളൊന്നുമില്ല, ഞാനും എന്റെ സ്വപ്നം ഇപ്പോൾ തീരുമാനിക്കാം, ടീച്ചർ സോജിയോങ്ങിന്റെ ബോയ് ഫ്രണ്ട് ആവുക എന്നാണ് എന്റെ സ്വപ്നം എന്നവൻ പറഞ്ഞപ്പോൾ കളിയാക്കാതെ എന്ന് പറഞ്ഞ് അവൾ അവനെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റിലേക്ക് വന്നിരിക്കുകയാണ്. കൗൺസിലിംഗ് റൂമിൽ ഇരുന്ന് ഉറക്കം തൂങ്ങിയായിരുന്ന ടീച്ചർ സോജിയോങ്ങിനെ യങ്മിൻ എന്ന സ്റ്റുഡന്റ് വിളിച്ചുണർത്തുന്നു. സോജിയോങ് സ്കൂളിൽ കൗൺസിലറുടെ ജോലി കൂടി ചെയ്യുന്നുണ്ട്. അവൻ കൗൺസിലിംഗിനായി വന്നിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ പ്രശ്നം എന്താണെന്ന് അവൾ ചോദിക്കുന്നു. IV ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള ഭയമാണ് അവന് എന്നറിഞ്ഞപ്പോൾ സോജിയോങ് മനസ്സിൽ സ്കൂളിൽ നിന്ന് എന്നെ പുറത്താക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ടെസ്റ്റ് ഉണ്ട്, മറ്റു കുട്ടികളെല്ലാം ഓക്കെ ആണെന്നാണ് തോന്നുന്നത്, പക്ഷെ ഞാൻ മാത്രം ആകെ പ്രശ്നത്തിലാണ് എന്നവൻ പറഞ്ഞപ്പോൾ മറ്റുള്ളവരെല്ലാം നന്നായി കഴിയുന്നുണ്ട്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് അവളും ചിന്തിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്നവൻ ചോദിച്ചപ്പോൾ അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ എന്ത് ചെയ്യണം എന്ന് അവളും ചിന്തിക്കുന്നു. സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നവൾ അവനെ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മറ്റൊരു അധ്യാപകൻ അകത്തേക്ക് കയറി വന്ന് ടീച്ചർ 3 മാസമായി ഫുഡിന്റെ കാശ് കൊടുക്കുന്നില്ലെന്ന് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ടീച്ചർമാർ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. സോജിയോങ് ചമ്മി നാണക്കെട്ടെങ്കിലും ഞാനിപ്പോൾ കൗൺസിലിംഗിലാണ്, പിന്നെ അവിടേക്ക് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു. യങ്മിനോട് നമുക്ക് ഈ കൗൺസിലിംഗ് പിന്നീട് എപ്പോഴെങ്കിലും നടത്തിയത് പോലെ, ഈ ഓഫീസ് എപ്പോഴും തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞവൾ അവനെ ഒഴിവാക്കി വിടുന്നു. ഓഫീസിലേക്ക് നടക്കുന്ന വഴി തന്നെ പഠിപ്പിച്ച സാർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒഴിവാക്കി കിട്ടിയാൽ എനിക്കിവിടെ ഫുൾ ടൈം ടീച്ചറാക്കാൻ പറ്റിയേക്കുമോ എന്നവൾ ചിന്തിച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്വന്തം തലകരിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഓഫീസിന്റെ വാതിൽക്ക് വെച്ച് ഒരാൾ അവളെ ഇങ്ങോട്ട് പരിചയപ്പെട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. $50,000 പ്രതിഫലമായി നൽകാമെന്നുണ്ടെങ്കിൽ അവളുടെ ജോലി സ്ഥിരമാക്കി കൊടുക്കാമെന്ന് അയാൾ ഓഫർ വയ്ക്കുന്നു. അയാൾ അങ്ങനെ സ്ഥിരമാക്കി നൽകിയിട്ടുള്ള 2-3 ടീച്ചേഴ്സിന്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ബോർഡ് ചെയർമാന്റെ കസിന്റെ 2ാമത്തെ കസിനാണ് എന്നുള്ള വലിയ രഹസ്യവും അയാൾ അവളോട് പറയുന്നു. അതുവരെ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരുന്ന സോജിയോങ് ആ രഹസ്യം കേട്ടോട് ചാടിയിലേക്ക് വായിൽ വന്ന സ്ത്രീയൊക്കെ അയാളെ വിളിച്ചിട്ട് ഇത്ര അകന്ന ബന്ധത്തിലുള്ള തനിക്ക് എങ്ങനെയാണ് എന്നെ സ്ഥിരം ജോലിക്കാരിയാക്കാൻ കഴിയുന്നത്, കബളിപ്പിക്കാൻ ശ്രമിച്ചതിന് തനിക്കെതിരെ ഞാൻ പോലീസിൽ പരാതിപ്പെടും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോൾ എങ്കിൽ പിന്നെ അവസാനം വരെ നീ ഈ നഷ്ട ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ചെന്നിട്ട് നാളെ തന്നെ പെൻഡിങ് ഉള്ള മീലിന്റെ കാശ് മുഴുവൻ അടച്ചു തീർത്തോണം എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോകുന്നു. സോജിയോങ് എന്ന ആശുപത്രിയിൽ കിടക്കുന്ന മുത്തശ്ശിയെ കാണാനായി പോകുന്നുണ്ട്. അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് മുത്തശ്ശിയാണ്. അവർക്കരികിലിരുന്ന് അവരുടെ കൈ പിടിച്ചുകൊണ്ട് സ്കൂളിലെ ജോലി വേണ്ടെന്ന് വെച്ചാൽ എന്നൊക്കെ അവൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് തീരെ സുഖമില്ലാത്തതിനാൽ കണ്ണുകൾ പോലും തുറന്നിരിക്കുകയല്ലെങ്കിലും അവൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീച്ചറാകാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്ന് അവൾ പറയുന്നുണ്ട്. ആ സമയത്ത് ആദ്യമായി ടീച്ചർ എന്ന് വിളിച്ച ബോക്സിന്റെ മുഖം അവളുടെ മനസ്സിൽ ഓടിയെത്തുന്നുണ്ട്.
ഞാൻ എന്തിനാണ് ഇപ്പോൾ അവന്റെ കാര്യം ഓർമ്മിക്കുന്നത് എന്ന് സ്വയം കുറ്റപ്പെടുത്തിയിട്ട് മുത്തശ്ശിയെ കാണാൻ ഞാൻ ഉടൻ തന്നെ വീണ്ടും വരാം. ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തുന്ന അവൾ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിരുന്ന അവരുടെ പാസ്ബുക്ക് എടുക്കുന്നുണ്ട്. അതിൽ അയാൾ ആവശ്യപ്പെട്ട പണം ഉണ്ടായിരുന്നു. അതിലേക്ക് നോക്കിക്കൊണ്ട് എനിക്കൊരു ഫുൾ ടൈം ടീച്ചറാക്കാൻ വേണ്ടിയാണ്, എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി എന്ന് അവൾ പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നല്ല സന്തോഷത്തോടെയാണ് അവൾ സ്റ്റാഫ് റൂമിൽ എത്തിയത്. അവളുടെ സന്തോഷം കണ്ട് ടീച്ചർ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്നൊരാൾ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ നല്ല രസമാണെന്ന് എനിക്ക് ഈയിടെയായി തോന്നുന്നുണ്ട് എന്നവൾ പറയുന്നു. മുന്നിലിരുന്ന മറ്റൊരു ടീച്ചർ അവളോടായി കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, ടീച്ചർ ആരെങ്കിലും ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിക്കുന്നു. സോജിയോങ്ങിനെ പെട്ടെന്ന് അവരുടെ തലയ്ക്ക് മുകളിൽ 6000 രൂപ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. അവരുടെ മാത്രമല്ല, സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഓരോ തുക ഇരിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അത്ര രൂപ കൊടുത്താണ് അവർ അവിടെ സ്ഥിരം ടീച്ചേഴ്സ് ആയിരിക്കുന്നത് എന്ന ചിന്തയായിരിക്കണം അവളുടെ ഉള്ളിൽ. അപ്പോഴാണ് മുമ്പ് കൗൺസിലിങ്ങിനായി വന്ന യങ്മിനെ ഒരു അധ്യാപകൻ വിളിച്ചിരുത്തി മാർക്ക് കുറഞ്ഞതിനെ കുറ്റപ്പെടുത്തുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. അവൻ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അവൾ അവനെ പിടിച്ചു നിർത്തി നമുക്കിന്ന് കൗൺസിലിംഗ് നടത്തിയല്ലോ എന്ന് ചോദിക്കുന്നു. അവൻ അവളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നു. ആ സമയത്താണ് ഒരു അധ്യാപകൻ ഓടി വന്ന് ഓഫീസ് സ്റ്റാഫായിരുന്ന മെഞ്ചിയോ കുട്ടികളുടെ ലഞ്ച് വണ്ടിയുമായി മുങ്ങിയെന്ന് വിവരം അറിയിക്കുന്നത്. സോജിയോങ്ങിനോട് പണം നൽകാൻ ആവശ്യപ്പെട്ട ആളുടെ കാര്യമാണ് അയാൾ പറഞ്ഞത്. അവളുടെ എല്ലാ പ്രതീക്ഷകളും അതോടെ അവസാനിച്ചു. സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നുള്ളതിനാൽ കേസിലൊന്നും പോകുന്നില്ലെന്നും പേരൻസോ പോലീസോ വിവരമറിയാതെ എല്ലാവരും രഹസ്യമായി സൂക്ഷിക്കണമെന്നും അധ്യാപകർ തമ്മിൽ പറയുന്നുണ്ട്. സോജിയോങ് മാത്രം എന്ത് ചെയ്യണമെന്നറിയാതെ കസേരയിലേക്ക് ഇരുന്ന് പോകുന്നുണ്ട്. അവൾ അയാളെ പലതവണ വിളിച്ചു നോക്കിയെങ്കിലും ഫോണിലേക്ക് കോൾ പോലും പോകുന്നുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന പണവും നഷ്ടപ്പെട്ടു. ജോലി സ്ഥിരമാകില്ല എന്ന തിരിച്ചറിവ് സോജിയോങ്ങിനെ ആകെ നിരാശയാക്കിയിരുന്നു. ആ ചിന്തയിൽ നടക്കുന്ന അവളോട് യങ്മിൻ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അവനെ കണ്ടതായി പോലും തോന്നുന്നില്ല. പാസ് ചെയ്തു പോകുന്ന ടീച്ചറിനെ നോക്കി എനിക്ക് ശരിക്കും മരിക്കാൻ തോന്നുന്നുണ്ട് എന്നവൻ പറയുന്നുണ്ട്. അന്ന് രാത്രി അവൻ തന്റെ FB-യിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ സിയോൾസൺ ഹൈസ്കൂളിലെ ഒരു GST വിദ്യാർത്ഥിയാണ്. ഒരു ക്ലാസ് ബൂത്തിനുള്ളിൽ ഇരുന്ന് പ്രത്യേക പരിഗണനയോടെ പഠിക്കുന്ന സ്റ്റുഡന്റിനെയാണ് GST എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ആ സ്കൂളിൽ തന്നെ ഏറ്റവും മികച്ച 30 കുട്ടികളെയാണ് അതിനെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യമൊക്കെ ഈ ഗ്രൂപ്പിലായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഗ്രേഡ് പുറകിലേക്കാകാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമോ എന്ന ഭയം എന്നെ കീഴടക്കിയിരിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ ആഴ്ചയും എക്സാം നടത്തും. എന്നിട്ട് അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ്സിൽ ഇരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഈ ആഴ്ചത്തെ പരീക്ഷയിൽ എനിക്ക് കിട്ടിയ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഉറപ്പായും ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താകും. അതിലും നല്ലത് ഞാൻ മരിക്കുന്നതാണ്. എനിക്ക് വട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, പക്ഷെ ഇതെന്റെ മാത്രം ചിന്തയല്ല. ആ ക്ലാസ്സിൽ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആദ്യം മുതലേ നല്ല രീതിയിൽ ഞങ്ങളുടെ ക്ലാസ്സിനെ തരംതിരിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. വട്ട് എനിക്കല്ല, സ്കൂളിലാണ് എന്ന് അവൻ പോസ്റ്റിൽ കുറിക്കുന്നു. അതിനുശേഷം അവനെ ആരും കണ്ടിട്ടില്ല. അവന്റെ പേരൻസ് മകനെ കണ്ടെത്തി തരണം എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. അവന്റെ റെസ്പോൺസിബിലിറ്റിയുള്ള ടീച്ചർ സോജിയോങ് ആയിരുന്നതിനാൽ അവനെ കണ്ടെത്തേണ്ടത് അവളുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. അവനെ അന്വേഷിച്ച് അവൾ ഒരുപാട് അറിഞ്ഞെങ്കിലും എങ്ങും കണ്ടെത്താൻ കഴിയാതെ നിരാശയായി ഓഫീസിലിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. ശരിക്കും മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനാണ്, നമുക്ക് ഒരുമിച്ച് മരിക്കാം, നീ എവിടെയാണുള്ളത് എന്ന് അവൾ ചോദിക്കുന്നു. അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് അവൾ ചെല്ലുന്നുണ്ട്. ഹാൻ നദിക്ക് മുകളിലുള്ള പാലത്തിൽ നിന്ന് ചാടാൻ തയ്യാറായി നിൽക്കുന്ന അവനരികിലേക്ക് അവൾ ചെല്ലുന്നു. അവൾ ഒറ്റയ്ക്കാണ് വന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ ഇനി എന്ത് വേണം എന്നവൻ ചോദിക്കുന്നു. നിനക്ക് മരിക്കണമെന്നല്ലേ പറഞ്ഞത്, താഴേക്ക് ചാടിക്കോളാൻ അവൾ കൂളായി പറയുന്നത് കേട്ടവൻ ഞെട്ടിലോടെ മരിക്കണമെന്ന് ചോദിക്കുന്നു. എന്താ നിനക്ക് പേടിയാണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അതേ എന്നവൻ ഉത്തരം നൽകുന്നു. ആ പാലത്തിൽ താഴെ നദിക്കരികിലായി മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. അവിടെ 3 വർഷമായി പ്രണയത്തിലായിരുന്ന തന്റെ ഗേൾഫ്രണ്ടുമായി ബ്രേക്കപ്പ് ആവാൻ തനിക്ക് പകരം ബോക്സുവിനെ ഒരാൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബോയ്ഫ്രണ്ട് തന്നെ പ്രപ്പോസ് ചെയ്യുകയാണ് എന്നാണ് അവർ ആദ്യം കരുതിയത്. തന്റെ ബോയ്ഫ്രണ്ട് തന്റെ ആവശ്യപ്രകാരം അയാൾക്ക് പകരം ബ്രേക്കപ്പ് ആവാനാണ് അവൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ബ്രേക്കപ്പ് ആവുന്ന കാര്യം പോലും തുറന്നു പറയാൻ കഴിയില്ലാത്ത ഒരുത്തനെയാണല്ലോ ഞാൻ ഇത്ര നാളും ഇഷ്ടപ്പെട്ടത് എന്ന വിഷമം അവർക്കുണ്ടാകുന്നുണ്ട്. സോജിയോങ് ഈ സമയം ചെരുപ്പൊക്കെ ഊരി താഴെട്ടിട്ട് ചാടാനുള്ള തയ്യാറെടുപ്പോടെ ശരീരം വാമപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മൾ രണ്ടുപേരും കൂടി ചാടിയാൽ നമുക്ക് തനിച്ചാണെന്ന് തോന്നില്ല എന്നും അവൾ പറയുന്നു. തമാശ മതിയാക്കി ടീച്ചർ എന്ന് അവൻ പറഞ്ഞപ്പോൾ തമാശയല്ല, ചാടിക്കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ അധികം സമയമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് വീണാൽ എങ്ങനെയായിരിക്കും മരണം സംഭവിക്കുന്നതെന്ന് അവൾ സഹിതം അവന് പേടിച്ചു കൊടുക്കുന്നുണ്ട്. അതവന്റെ ഭയം ഒന്നുകൂടി കൂട്ടുന്നുണ്ട്. അവസാനം ഒന്ന് മതിയാക്കാമോ ടീച്ചർ എന്ന് പറഞ്ഞ് അവൻ ബഹളം വയ്ക്കുന്നു. പേടിക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം 3 മിനിറ്റ് കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ പാലത്തിന്റെ കൈവരിയിൽ വെച്ചിട്ട് ചാടാൻ എന്നോണം അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നു. എങ്ങനെ കരഞ്ഞുകൊണ്ട് അവൾക്ക് അരികിലേക്ക് ഓടിച്ചെന്ന് താഴെ മുട്ടുകുത്തിയിരുന്നിട്ട് സോറി പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ മരിക്കില്ല എന്ന് പറയുന്നു. സോജിയോങ് പതുക്കെ പാലത്തിലേക്ക് ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നിന്റെ അച്ഛൻ എന്താണ് ജോലി എന്ന് അവൾ ചോദിക്കുന്നു. ബിസിനസ്സുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് വിദേശത്ത് എവിടെയെങ്കിലും നല്ല സ്കൂളിൽ പോയി പഠിക്കും, നിനക്കെന്തായാലും ഇനി അധികം നാൾ IB ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അവൻ അത് സമ്മതിക്കുന്നുണ്ട്.
ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ ത്യാഗം സഹിച്ച് ഇപ്പോൾ ഇവിടെ വരെ വന്നത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയതാണ് എന്ന് വിചാരിച്ചു വേണം ഇനി ജീവിക്കാൻ. അത് മാത്രമല്ല, ജീവിതത്തിൽ പണത്തെക്കാൾ പ്രാധാന്യം എന്തിനാണെന്ന് നിനക്ക് അറിയാമോ എന്നവൾ ചോദിക്കുകയും അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊന്നും മനസ്സിലേക്ക് വരാത്തതിനാൽ മറ്റെന്തെങ്കിലും കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് കണ്ടെത്തേണ്ടത് നിന്റെ ജോലിയാണ് എന്നവൾ പറയുന്നു.